നമസ്കാരം, ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ക്ലബ് 14നെയാണ്. പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വസ്ത്ര വ്യാപാര മേഖലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാറ്റത്തിനൊത്ത് മുന്നേറുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സമയത്ത് വളരെ വില കുറഞ്ഞ രീതിയിൽ വിപണിയിലേക്ക് വസ്ത്രങ്ങൾ എത്തിക്കുകയായിരുന്നു ക്ലബ് 14. ഒപ്പം എടുത്തു പറയേണ്ടത് ക്ലബ് 14ലെ വസ്ത്രങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ്. വില കുറയുന്നത് കൊണ്ട് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസിനും ക്ലബ് 14 തയ്യാറാവുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ക്ലബ് 14 മറ്റുള്ള ബ്രാൻഡുകളോടൊപ്പം ഓൺ ബ്രാൻഡ് കൂടി വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് പരിപൂർണ സംതൃപ്തി നൽകാൻ ക്ലബ് 14 ആവുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ക്ലബ് 14ൽ കുട്ടികൾക്ക് വേണ്ടി വലിയ ഒരു ശേഖരണം തന്നെയുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ടി ഒരു സെക്ഷൻ തന്നെയുണ്ട്. വിശദമായ പരിചയപ്പെടലിലോട്ട് ടൗൺ ടോപ്പിന്റെ എപ്പിസോഡ് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഏവർക്കും ടൗൺ ടോപ്പിന്റെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നിലവിലെ കാസർഗോഡിലെ ഷോപ്പുകളിൽ 350ൻ്റെയും 400ൻ്റെയും ഷർട്ടുകൾ കാണാം. പക്ഷേ ഞങ്ങൾ 900, 850, 800 എന്ന സാധനങ്ങളെ കസ്റ്റമർക്ക് 450, 490 എന്നീ റേറ്റുകൾക്കാണ് ഞങ്ങൾ സാധനങ്ങളിലൂടെ വിൽക്കുന്നത്. ക്ലബ് 14ൽ ഷർട്ടുകളുടെ ഒരു വലിയ ശേഖരണം തന്നെയുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഇത് ഓൺ ബ്രാൻഡാണല്ലേ, ബാക്ക് ഇൻ ടോൾ. നല്ല ഒരു ബ്രാൻഡ് തന്നെയാണ്. അത്യാവശ്യം എത്രയാണ് റേറ്റ്? 490 ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളത്. എന്നാലും അത്യാവശ്യം നല്ലൊരു പ്രൈസിനാണ് വിപണിയിലേക്ക് ഷർട്ട് ഇവരെത്തിക്കുന്നുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷർട്ട് തന്നെയാണ്. ഹാങ് ഔട്ട് ഓൺ പ്രൊഡക്റ്റ് ആണോ? ഹാങ് ഔട്ട് ഓൺ പ്രൊഡക്റ്റ് ആണ്, ഓൺ ബ്രാൻഡാണ് ഇവരുടെ. അതിനും ഏകദേശം 490. സെയിം റേറ്റ് ആണ് വരുന്നുള്ളത്. 490 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നുള്ളത്. കാണാം. ഓക്കെ, നമ്മൾ നേരത്തെ ഷർട്ടുകളെ കുറിച്ച് പരിചയപ്പെട്ടു. അതേപോലെ എടുത്തു പറയേണ്ടതാണ് പാൻസ്. പാൻസിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് ക്ലബ് 14 തയ്യാറാവുന്നില്ല. ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പാൻ്റാണ്. ഏകദേശം 490 ആണ് കോസ്റ്റ് വരുന്നുള്ളത്. ഏകദേശം കോട്ടൺ ആണ്. 490 ആണ് ഇതിന് കോസ്റ്റ് വരുന്നുള്ളത്. നല്ലൊരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ജീൻസിന് 650 ആണ് ചാർജ് ചെയ്യുന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. 650 ആണ് ഇതിന് ചാർജ് ചെയ്യുന്നുള്ളത്. നമ്മൾ ഷർട്ട് പരിചയപ്പെട്ടു, പാൻറ്റ് പരിചയപ്പെട്ടു. അതിൽ എടുത്തു പറയേണ്ട വേറൊരു പ്രൊഡക്ട്സ് ഉണ്ട്. അതാണ് അബ്ബ മോഡൽ. ആക്ച്വലി അബ്ബ മോഡൽ ഒരു ട്രെൻഡായിട്ട് വരികയാണ് കാസർഗോഡ്. നല്ല ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ നല്ലൊരു ട്രെൻഡായിട്ട് പോകാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് യുവാക്കളൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അബ്ബ മോഡൽ. അത് ഇവരുടെ മാത്രം ഒരു സ്പെഷ്യലാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കുട്ടികളുടെ വസ്ത്രങ്ങളുടെ ഒരു വലിയ ശേഖരണം തന്നെ ഇവിടെയുണ്ട്. അതിൽ ഒരു ചെറിയൊരു ഷർട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷർട്ടാണ്. സാധാരണഗതിയിൽ കുട്ടികളിട്ട അത്യാവശ്യം ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഷർട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ ഒരു കോസ്റ്റിലാണ് ക്ലബ് 14 മാർക്കറ്റിലേക്ക് ഷർട്ട് എത്തിക്കുന്നുള്ളത്. കുട്ടികൾക്ക് വേണ്ടി എത്തിക്കുന്നുള്ളത് വളരെ ചെറിയ കോസ്റ്റിലാണ്. അത് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഷർട്ട്, കുട്ടികൾക്കുള്ള വേറൊരു ഷർട്ട്. അതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഡിഫറെൻ്റ് ആണ്. ജി ക്ലബ്ബ് ഓൺ ബ്രാൻഡാണല്ലേ, ഓൺ ബ്രാൻഡ് ജി ക്ലബ്ബ് പുറത്തിറക്കുന്ന. അതിനും വളരെ ചെറിയ ഒരു കോസ്റ്റാണ് ഡി ക്ലബ്ബ് ഈടാക്കുന്നുള്ളത്. അതും കസ്റ്റമേഴ്സിന് പരിപൂർണ സംതൃപ്തി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പാൻസിൻ്റെ കാര്യത്തിലും ക്ലബ് 14 യാതൊരു കോംപ്രമൈസിനും തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു ചെറിയ സെലക്ഷനാണിത്. നല്ല ഒരു ഡിസൈനാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം.
ചെറിയൊരു കോസ്റ്റിലാണ് ക്ലബ് 14 ഇത് വിപണിയിലേക്ക് എത്തിക്കുന്നുള്ളത്. വളരെ എനിക്ക് തോന്നുന്നത് നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഇണങ്ങുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയ സെലക്ഷനാണ് ക്ലബ് 14 കുട്ടികൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളുടെ ശേഖരണത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ടൗൺ ടോപ്പിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് ക്ലബ് 14നെയാണ്. ഇനിയും ഒരുപാട് പുതിയ പരിചയപ്പെടലുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരും. നന്ദി, നമസ്കാരം.